ഹായ്, നമ്മുടെ ഇന്നത്തെ ഫാഷൻ ട്രെൻഡിൽ മാറ്റിവെക്കപ്പെടാത്ത ഒരു കാറ്റഗറി ആണല്ലോ ടാറ്റൂസ്. നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് കുറവൻകോണത്തുള്ള ഇങ്ക് ഹൗസ് എന്ന് പറയുന്ന ടാറ്റൂ സ്റ്റുഡിയോയിലാണ്. നമ്മളോടൊപ്പം ഈ ടാറ്റൂസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാൻ എബി എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് കൂടെ ഉള്ളത്. നമുക്ക് ടാറ്റൂസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എബി എന്ന ആർട്ടിസ്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്. എങ്ങനെയാണ് ഈ ടാറ്റൂസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലോട്ട് ഈ ആർട്ടിസ്റ്റായിട്ട് ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? സത്യം പറഞ്ഞ ഒരു 2000 തൊട്ട് ജനിച്ച് വളരുന്ന കുട്ടികളുടെ ഓരോ ആഗ്രഹമാണ് ഈ ടാറ്റൂ എന്ന് പറയുന്നത്. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ അമ്മയുടെ കൂടെ പള്ളിയിലൊക്കെ തമിഴ്നാട്ടിലോട്ട് പോകുമ്പോ തെരുവെന്നൊക്കെ ഞാൻ ടാറ്റു കുത്തിയിട്ടുണ്ട്. കുഞ്ഞു അത് അമ്മയെ കാണാതെ അമ്മ പള്ളിയിൽ ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ കുത്തിയത്. പച്ച കുത്ത് ആ റോട്ടിന്ന് നീഡിലൊന്നും മാറ്റാതെ കുത്തുന്നത്. അന്ന് നമുക്ക് നോളജ് ഇല്ല. അന്ന് ഒരു ടാറ്റു സ്റ്റുഡിയോയിൽ പോയി കുത്തണമെങ്കിൽ ഒരു 1000 അറൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല പൊതുവെ. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറിൽ ജീവിച്ചു വന്നതിന് ശേഷം നമ്മളൊരു 10+2 ലൈഫ് കഴിയുമ്പോഴേക്കും എന്റെ ലൈഫിലോട്ട് ഒരു ടാറ്റു പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹമല്ല. ഒരു കോളേജിൽ പോയി പഠിക്കാം, അത് നമുക്ക് ഒരു പഠിക്കണമെന്നുള്ള ഇതായിരിക്കും. പക്ഷെ ഓരോ ടാറ്റു ആർട്ടിസ്റ്റായി മാറണമെന്നുള്ളത് സ്വപ്നത്തിനും മേലെയാണ്. ആ ടാറ്റു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമയുടെ വേക്കൻസി കിട്ടിയാലും പോവാൻ മടിയായിരിക്കും. കാരണം എനിക്കൊരു ആർട്ടിസ്റ്റായി മാറണം എന്നുള്ള ഉദ്ദേശമായിരിക്കും. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊക്കെ വരയ്ക്കും. പക്ഷെ ഞാൻ ജീവിച്ച ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഫിഷറീസ്, ഒരു മത്സ്യത്തൊഴിലാളി അങ്ങനത്തെ ഒരു ജീവിതത്തിൽ പോയിട്ട്. അപ്പം ഫാദറൊക്കെ അവർക്കൊക്കെ അറിയാം മദ്യം അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വളർന്ന ഒരു ഫാമിലി എന്ന് പറയുന്നത്. അവരെന്ന് പറയുമ്പോൾ പഠിക്കാത്ത ആൾക്കാരാണ്. അപ്പം അവര് ഒരു വ്യക്തിനെ എങ്ങനെ പഠിപ്പിക്കണം, സ്കൂളിൽ വിടും, പക്ഷെ എങ്ങനെ സ്കില്ല് കൊണ്ടുവന്ന് പഠിപ്പിക്കണമെന്ന് വീട്ടുകാരൊന്നും എന്നെ സമ്മതിച്ചിട്ടില്ല. ചേട്ടനൊക്കെ സപ്പോർട്ടായിരുന്നു, ചേച്ചിയും ഓക്കെ, അമ്മ ഭയങ്കര എതിർപ്പായിരുന്നു. അങ്ങനെ +2 വെച്ച് എനിക്കൊരു ഫ്രണ്ടുമായിട്ട് പരിചയപ്പെട്ട് അവൻ കുറച്ച് ഷെയ്ഡിങ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ബക്സ് ഒക്കെ ഉപയോഗിച്ച് ചെറിയ ഡ്രോയിങ് ഒക്കെ ഞാൻ ഫിഷറീസ് സ്കൂളിലാണ് പഠിച്ചത്. എവിടെയോ ഫിഷറീസ് കൾച്ചറിൽ നിന്ന് എത്തി തിരിച്ച് വീണ്ടും ഫിഷറീസ് സ്കൂളിൽ തന്നെ ഞാൻ എത്തിപ്പെട്ട്. അങ്ങനെ അവിടെ നിന്ന് ആ ഫ്രണ്ട് വഴി പഠിച്ച് അവൻ ഒരു ഇടയായപ്പം മരിച്ചുപോയി. അവന് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരണപ്പെട്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ ഞാൻ ഹോട്ടൽ ഫീൽഡിലോട്ട് കയറി. അവിടെ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ കുറെ പേര് ഇവിടെ നിന്ന് പറ്റിക്കുന്നുണ്ട്, ഒന്നും എത്തിപ്പെടുന്നില്ല, അവിടെ നിന്നോണം. പക്ഷെ ഇത് സ്വപ്നം ഉള്ളിൽ കിടപ്പുണ്ട്, എത്തണം. അത് വെറുതെ ഒരു ആർട്ടിസ്റ്റ് ആവണമെന്നല്ല, നമുക്കൊരു സ്വപ്നം ഉണ്ട്, ഇവിടെ എത്തണം. നമുക്കൊരു എന്ന് പറയുമ്പോ ഒരു ചെറിയൊരു ആർട്ടിസ്റ്റായി മാറണല്ലോ. ഇതിൽ നമുക്ക് പല പല കോമ്പറ്റീഷൻസ് ഉണ്ട് ഈ ടാറ്റു കരിയറിൽ. നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾ കാണുന്ന ടാറ്റു അല്ല, ഇത് യൂറോപ്പ് ലെവലിൽ എത്തണമെന്നുള്ള ആഗ്രഹമാണ് പല ടാറ്റു ആർട്ടിസ്റ്റിനും. അപ്പൊ ഇത് ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കാൻ പലരുണ്ട്. ഫസ്റ്റ് എന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ മുംബൈയിൽ ഏലിയൻസ് ടാറ്റു സ്റ്റുഡിയോയിൽ പോയി എത്തണമെന്നാണ്. അതൊരു ഈ വേൾഡില് ഒരു അധോലോകം പ്രാപിച്ച ഒരു ടാറ്റു സ്റ്റുഡിയോ ആണ് ഈ ഏലിയൻസ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഓരോ ടാറ്റു ആർട്ടിസ്റ്റിന്റെ സ്വപ്നം പോയി പഠിക്കണമെന്ന്. അത് ഞാൻ അന്വേഷിക്കുമ്പോൾ അന്നൊക്കെ 3 ലക്ഷം രൂപയാണ് പറയണം. 3 ലക്ഷം പ്ലസ് 4 ലക്ഷം രൂപ വേണം പഠിക്കണമെങ്കിൽ. അതൊന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ മുംബൈ പോയി പഠിക്കാനും പേടിയാണ്, നമ്മ അവിടെ ഒന്നും പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഈ കൊച്ചിയിൽ പോയി എത്തിയതല്ല സത്യത്തിൽ എന്റെ ചേട്ട ഈ സമയമായപ്പം യൂറോപ്പിലോട്ട് പോയി രക്ഷപ്പെട്ട്. അപ്പൊ കറക്റ്റ് രക്ഷപ്പെട്ടപ്പോ അല്ല, പുള്ളി ടാറ്റു ആർട്ടിസ്റ്റ് അല്ല, പുള്ളി നോർമലി പല ജോബിനും പോയി യൂറോപ്പിൽ പോയി അവൻ കറണ്ട് സെറ്റായപ്പോ ഞാൻ ഹോട്ടൽ ഫീൽഡ് വിട്ട്. കാരണം ഞാൻ പണിയെടുത്ത് ചത്ത്. അവിടെ പണിയെടുത്തെന്ന് പറയുമ്പോൾ സാധാരണ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഉറങ്ങി ബാക്കി കണ്ടിന്യൂ പണിയെടുക്കുക എന്നുള്ള രീതിയാണ്. അതിൽ ഞാൻ കുറെ ട്രാവൽ ചെയ്ത്, കുറെ ബൈക്കുകൾ എടുത്ത്, കുറെ ചെലവാക്കി, കുറെ എൻജോയ്മെന്റ് ചെയ്ത്, ഇതൊക്കെ നോക്കിയപ്പോ ഇതുള്ളി കിടപ്പുണ്ട്, ഇതിലെത്തണം എന്നുള്ള ഒരിതാ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ജോലി നിർത്തി. ഈ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഫുള്ള് പൊളിക്കാൻ തുടങ്ങി. എന്റെ കയ്യിൽ ഞാൻ പക്ക സേവിങ് ആയിരുന്നു. ഞാൻ എൻജോയ്മെന്റ് ചെയ്യാൻ തുടങ്ങി. പല ട്രാവൽ ചെയ്യാറുണ്ട്, ഫ്രണ്ട്സുമായിട്ട് മീറ്റപ്പ് ചെയ്യാറുണ്ട്, ഫ്രണ്ട്സുമായിട്ട് പല സ്ഥലത്ത് പോകാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജോലി എന്ന് പറയുമ്പോൾ ചേട്ടൻ ഒറ്റ വാക്ക് പറഞ്ഞു, അവനെ വിട്ടോ, അവന്റെ ഇതാവതല്ലേ. എനിക്ക് വീട്ടിൽ അച്ഛനോട്ട് ഒരു ഇഷ്യൂ ആയി. അച്ഛനോട്ട് വലിയ ഇഷ്യൂ ആയി. അച്ഛൻ ഈ മദ്യപിച്ചിട്ട് സീനാണല്ല ഇഷ്യൂ. ഞാൻ ചേച്ചിയുടെ വീട്ടിൽ മാറിയിരിക്കുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് അവർ പറഞ്ഞ് വിട്ടോ. രാവിലെ പോയി അവര് പേയ്മെന്റ് അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ബാഗും എടുത്തിട്ട് ഈ പറയുന്ന കൊച്ചിയിലോട്ട് വിളിച്ചിട്ട് ഭയങ്കര പ്രസക്തമായ ഒരു സ്റ്റുഡിയോയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞ ഭയങ്കര ഇഷ്യൂ ആവും. അതുകൊണ്ട്
അവരെ ഇത് നിങ്ങൾ അറിയണം, ഇത് സമൂഹം അറിയണം, അവരെ പേര് പറഞ്ഞ് ഇഷ്യൂ വരരുത് എന്നുള്ള രീതി. അപ്പൊ ഞാൻ ബാഗും തൂക്കി ഡയറക്റ്റ് ആ സ്റ്റുഡിയോയിലോട്ട് പോയാണ്. സ്റ്റുഡിയോയിലെത്തി ഞാൻ ജോയിൻ ചെയ്ത് അന്ന് തന്നെ 35,000 കൊടുത്ത് ജോയിൻ ചെയ്ത് ഞാൻ 1 മാസം കണ്ടിന്യൂ അവിടെ. സാധാരണ അറിയാലോ ഉഴപ്പല് പരിപാടിയാ ചില ഇതുവരെ. പക്ഷെ ഞാൻ ഉഴപ്പലൊന്നുമില്ല, കറക്റ്റ് 7 മണിക്കൂർ പണിയെടുക്കാറുണ്ട്. നമ്മൾ ഈ വരപ്പ് അവർ പറഞ്ഞു തന്നെ തിയറി എല്ലാം എങ്ങനെയെങ്കിലും ഒരു ആർട്ടിസ്റ്റായി മാറുക എന്നുള്ളതാണ്. ആദ്യം ഈ ടാറ്റു ചെയ്യുമ്പോൾ നിങ്ങളെ വരയ്ക്കാനാണോ പഠിപ്പിക്കാറ്? സ്റ്റാർട്ടിങ് നമുക്കൊരു ലൈൻ ഇടുക എന്നതാണ്. ഒരു പെൻസിൽ കൊണ്ട് ഒരാഴ്ച വരെ ഞാൻ ലൈൻ ഇടുക, അതാണ്. അത് കഴിഞ്ഞിട്ട് പല ഇതില് ഇങ്ങനെ പോയി ലാസ്റ്റ് ഞാൻ ഒരു ഇതെടുത്ത് എത്തിയപ്പോ ഇവരെന്താണ് കളിക്കുന്നത് നമുക്ക് അറിയാൻ പാടില്ലല്ലോ. നമ്മൾ ഈ വളർന്നു പറഞ്ഞ ഒരു ഇതല്ലേ. മുംബൈ നിന്ന് പഠിച്ചിട്ടൊന്നും ഒരു വ്യക്തി പറഞ്ഞു ഇവൻ നിന്നെ പറ്റിക്കുകയാണ്, ഈ സ്റ്റുഡിയോക്കാര് നിനക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് തരുന്നില്ല, നീ ഇത്ര ആർട്ടിസ്റ്റ് ആവാൻ കൊതിക്കുന്ന ഒരു വ്യക്തിയാണ്, നീ ഇവിടെ നിന്ന് പഠിച്ചാൽ വീണ്ടും പഠിക്കേണ്ടി വരും, നിന്റെ സമയം, അതുകൊണ്ട് നീ ഇവിടെ നിർത്തിക്കോ മോനെ, വേറെ സ്റ്റുഡിയോയിൽ ഞാൻ ഒരെണ്ണം ഇൻട്രോഡക്ഷൻ ചെയ്യാൻ, നീ അവിടെ പോയെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞാൻ അവനുമായിട്ട് പ്രശ്നമായി. ഞാൻ അടുത്ത സ്റ്റുഡിയോയിൽ പോയി പഠിച്ചത് വീണ്ടും ഒന്നേന്ന് പഠിച്ചു. സത്യത്തിൽ ഇത് എത്ര നാളത്തെ കോഴ്സാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് പഠിക്കാം, നമുക്ക് ഏകദേശം പഠിക്കാം. പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്നിടത്ത് പഠിക്കുകയും ചെയ്യില്ലെന്നാണ് എന്റെ ഒപ്പീനിയൻ. 3 മാസം കൊണ്ട് ഒരാളും ഒരു ആർട്ടിസ്റ്റായി മാറില്ല. നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് പഠിക്കാം, ഒരു കാർ എടുത്ത് ഡ്രൈവിംഗ് പഠിക്കാം 3 മാസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് പഠിക്കാം. പിന്നെ നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോയി ഓട്ടിച്ച് പഠിക്കാം, കൊണ്ടിടിച്ചാൽ പൈസ കൊടുത്താൽ തീരും. ഇത് നമ്മൾ 3 മാസം കൊണ്ട് പഠിച്ചിട്ട് അടുത്തൊരു സ്കിന്നി കയറുകയാണ്. സ്കിന്നി പൊട്ടിപ്പോയ കൈ വെട്ടിക്കളയുക എന്നതാണ്. ആദ്യം നമ്മൾ സ്കിന്നിൽ 3 മാസത്തിന് ശേഷമാണ് ഒരു പേപ്പറിലാ ഫസ്റ്റ് കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റബ്ബർ ഷീറ്റിൽ സ്കിൻ പാഡിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ 5 എക്സാം ചെയ്യുക, 5 സ്കിന്നിൽ. അത് കഴിഞ്ഞാൽ ഓരോ സ്കിൻ ടൈപ്പ് ആണോ? അങ്ങനെ ഒന്നുമില്ല. അവര് പറയും മാക്സിമം വെളുത്ത സ്കിന്ന് യൂസ് ചെയ്യുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ? സ്കിൻ ടൈപ്സ് ഉണ്ടോ? വെളുത്ത സ്കിന്ന് റിസൾട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും, റിസൾട്ട് പെട്ടെന്ന് എടുത്ത് കാണിക്കും. ബ്ലാക്ക് സ്കിന്നില് കാണിക്കില്ല. പക്ഷെ അപ്പൊ ഈ ബ്ലാക്ക് സ്കിന്നിലുള്ളവർ ടാറ്റൂസ് ചെയ്യുമ്പോൾ കളേഴ്സ് വേറെ നമുക്ക് ചെയ്യാം. ടാറ്റു അതൊക്കെ ഒരു ഇതല്ല. ടാറ്റു ബ്ലാക്ക് സ്കിന്നിലുള്ളവർക്ക് ചെയ്യാം. ഡാർക്ക് ആയിട്ടുള്ള ടാറ്റു ചൂസ് ചെയ്യാം. ഡാർക്ക് ടാറ്റൂസ് ഉണ്ട്. ഡാർക്ക് ആയിട്ട് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫേസ് ഒക്കെ പറഞ്ഞ ലൈറ്റ് ഷെയ്ഡിങ് ആണ്. അപ്പൊ ലൈറ്റ് ഷെയ്ഡിങ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ആർട്ടിസ്റ്റുമാരെ അത് പിന്തിരിപ്പിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് പറ്റില്ല. പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കാത്ത ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. അപ്പം നിങ്ങൾ ചോദിച്ചാണെങ്കിൽ പല സ്കിൻ ടൈപ്പുകളുണ്ട്. ഡാർക്ക്, ലൈറ്റ്. ചിലർക്ക് ലൈറ്റ് കളർ കുറവായിരുന്നാലും സ്കിന്നിൽ പക്ഷെ റിസൾട്ട് എടുത്ത് കാണിക്കും. ചിലർക്ക് ഹാർഡ് ആയിരിക്കും സ്കിന്ന്. അപ്പൊ നിങ്ങൾക്ക് ഒരാൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ടാറ്റൂസ് ആണ് അവർക്ക് ഇതാവണത്. പിന്നെ പ്ലേസ്മെന്റ് ഉണ്ട്. ടാറ്റു എന്ന് പറയുമ്പോൾ ചുമ്മാ നിങ്ങൾ വന്നിട്ട് ഈ ടാറ്റു എടുത്ത് കുത്തിത്തരിക എന്നുള്ളതല്ല. ടാറ്റു ഒരു ഹാൻഡ് എന്ന് പറയുന്ന ഒരു ക്യാൻവാസ് ആണ്. അതിൽ ഇന്ന ഇടത്ത് ഇന്ന ടാറ്റു പ്ലേസ്മെന്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്രൊഫഷണൽ അല്ലാത്ത ഒരു സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അവരൊരു കൈയിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു ഡിസൈൻ എടുത്ത് തരും. നാളെ നിങ്ങൾക്ക് ഒരു ഫുൾ സ്ലീവോ വേറെ ടാറ്റു കണ്ടിന്യൂ ചെയ്യാത്ത രീതിയിലുള്ള ടാറ്റു. ഇവിടെ നിങ്ങൾ പുറത്ത് കാണുന്ന നല്ല ടാറ്റൂസ് അല്ല, പല ലക്ഷങ്ങൾ മുടക്കി പല ആർട്ടിസ്റ്റുമാരെ കണ്ട് ചെയ്ത ടാറ്റൂസ് ആണ്. അത് പല പൈസകൾ, പല നല്ല പൈസ. ഒരു ടാറ്റു നമ്മൾ ചെയ്തു, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് മാറി നമുക്ക് വേറൊരു ടാറ്റു നമുക്ക് വേറെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് വേണ്ട എന്നുള്ള തോന്നുമ്പോൾ അതിന് നമുക്ക് നല്ലൊരു ആർട്ടിസ്റ്റിനെ ഫസ്റ്റ് കാണുക. എന്നെ തന്നെ കാണണമെന്ന് ഞാൻ പറയൂല ഒരിക്കലും. എല്ലാ ആർട്ടിസ്റ്റും നല്ല ആർട്ടിസ്റ്റ് ആണ്. ഇവിടെ ഇഷ്ടം പോലെ ആർട്ടിസ്റ്റ് ടാറ്റു റിമൂവ് ചെയ്യാതെ തന്നെ ആ ടാറ്റു വേറൊരു രീതിയിൽ കവറപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം. ടാറ്റു കവറപ്പ് ചെയ്തെടുക്കാം. ഇത് മറയുകയും വേണം, അതിന്റെ റിസൾട്ട് വരെയും വേണം. വൃത്തികേടാവാത്ത രീതിയിൽ അതൊരു അട്രാക്റ്റീവ് ആയിട്ട് ഈ പറയുന്ന നിങ്ങളൊരു ക്ലയന്റ് എന്ന് വിചാരിച്ചോ, നിങ്ങളെ ആർട്ടിസ്റ്റിനോടൊപ്പം ചേരണം. നിങ്ങളെ മൈൻഡിൽ നിന്ന് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ആർട്ടിസ്റ്റ് പിന്മാറും. നിങ്ങളൊരു ക്ലയന്റാ. അപ്പൊ നിങ്ങളെ പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റൂലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ആർട്ടിസ്റ്റിനോടൊപ്പം ജോയിൻ ചെയ്യണം. ആർട്ടിസ്റ്റ് പറയണത് ചെയ്യുക. നിങ്ങളെ ടേസ്റ്റ് പറയുക ആർട്ടിസ്റ്റിനോട്. നല്ല ആർട്ടിസ്റ്റുമാര് നല്ല ടാറ്റൂസ് തരും. എനിക്കും തെറ്റുകൾ പറ്റാറുണ്ട്. ഞാൻ തെറ്റിയാ പഠിക്കുന്നത്. ഈ ബിഗിനർ എല്ലാം തെറ്റിയാ ടാറ്റു പഠിക്കുന്നത്. ഞാനും ഇപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ആളാ. പക്ഷേ ഞാൻ ക്ലയന്റിനോട് പറയും, എന്റെ ക്ലയന്റിനോട് ഞാൻ പറയാറുണ്ട്, എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരിച്ച് സ്റ്റുഡിയോയിലോട്ട് വരിക, നമ്മൾ അത് റീവർക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ചിലരങ്ങനെ പറയാറില്ല. അപ്പൊ എന്ത് ചെയ്യാം, ആ ക്ലയന്റ് നമ്മളെ വിട്ടു പോകും. അപ്പൊ അത് ഞാൻ പൊതുവെ ചെയ്യാറില്ല. എന്റെ അടുത്ത് വരുന്ന ക്ലയന്റിന്റെ അടുത്ത് ഞാൻ പറയും, എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമ്മൾ റീവർക്ക് ചെയ്യും എന്നതാണ് ഇതിന്റെ മെയിൻ സാധനം. വേറെ ഇതിനകത്ത് ഇപ്പം നമുക്കിപ്പം ടാറ്റൂസ് ചെയ്യാൻ പോകുമ്പോഴേ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണല്ലോ. അപ്പൊ ഇത് എങ്ങനെ, ഇപ്പൊ ഒരു വലിയ ടാറ്റു ആണ് ചെയ്യുന്നതെങ്കിൽ എത്ര മണിക്കൂറോളം ഈ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും നമുക്ക്? ഇപ്പൊ ഒരു ഹാൻഡ് ഫുൾ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ
ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ആൾക്ക് എന്തായാലും ഒരു പേടിയായിരിക്കുമല്ലോ, നമ്മുടെ സ്കിന്ന് എന്താവും അങ്ങനെ. ചില പെൺകുട്ടികൾക്ക് ഒന്നിനും കണ്ട് പേടിയില്ല, നടക്കുന്നത് വെച്ച് നടക്കട്ടെ എന്നുള്ളത്. ചിലർക്ക് ഒരു സൂചി കണ്ടാ ഭയങ്കര പേടിയായിരിക്കും, അവർക്ക് പെയിനാ എല്ലാ സ്ഥലത്തും. ഇനിയിപ്പോ നമ്മളൊരു സിറിഞ്ച് കുത്തുമ്പോഴേ നമുക്ക് പേടിയുണ്ട്. പേടിയുള്ളവർക്ക് എല്ലാം പേടിയാ. ഓക്കെ. ഇപ്പം ഈ തലവേദനയുള്ള ക്ലയന്റിന് ഞാൻ ടാറ്റു കുത്തിയിട്ടുണ്ട്. ആ ക്ലയന്റിന് ഞാൻ 1.5 ദിവസം കൊണ്ട് 1 ദിവസം കൊണ്ട് തീർക്കേണ്ട വർക്കിനെ ഞാൻ 3 ദിവസം കൊണ്ട് ചെയ്തത്. അത് 1.5 മാസം കഴിഞ്ഞിട്ടാ ചെയ്തത്. എന്നുവെച്ചാൽ ഒരു പേടിയുള്ള ആൾക്ക് ടാറ്റു കുത്തണമെന്നുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ പേടിയുള്ള ഒരാളാണ്. പക്ഷെ ടാറ്റു എല്ലാവർക്കും ഇഷ്ടമാണ്. ടാറ്റു ഇഷ്ടമായിട്ടതായി കുത്തണമെന്ന്. അപ്പൊ എത്ര നേരം അത് എടുക്കും? അങ്ങനെ ഒരു ഇത് നിങ്ങളെ ഡിസൈൻ അനുസരിച്ചതാ, നിങ്ങൾ ഏത് ഡിസൈൻ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇടയ്ക്ക് എന്നെ ഒരു ക്ലയന്റ് വന്നായിരുന്നു. വന്നപ്പോ അവർക്ക് ചെറിയ ടാറ്റു കുത്തുക, അത് ഞാൻ കുത്തി അവർക്ക് പെയിൻ ഉണ്ട്. അപ്പൊ ക്ലയന്റിന്റെ ക്ലയന്റിന് പെയിന് അനുഭവപ്പെടുന്ന ഒരു ക്ലയന്റ് ആണെങ്കിൽ പെയിന് വരും. ഇനിയിപ്പോ പൊതുവെ എന്ന് പറയുമ്പോ യൂറോപ്പിലൊക്കെ മമ്മിങ് ക്രീം ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ക്രീം ഇട്ടിട്ട് സ്കിന്ന് അത് മരവിപ്പിക്കുന്ന ഒരു ഇതിൽ ചെയ്തിട്ട് പിന്നെ ടാറ്റു കുത്താണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ ടാറ്റു കുത്തുന്നത്. അതായത് ഇപ്പൊ പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്ത് പിന്നെ അത് ആ ക്രീം ഇട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ ആ ടാറ്റു കുത്താം. പിന്നെ ഇന്ത്യൻ സ്കിന്നിൽ പൊതുവെ ആൾക്കാർ യൂസ് ചെയ്യാറില്ല. സ്കിന്നിന് അതൊരു ഇത് വരും എന്നുള്ള രീതിയിൽ പൊതുവെ ആ ക്രീം യൂസ് ചെയ്യാറില്ല. അതായത് ഇപ്പൊ ഒരു വലിയ ടാറ്റു അടിക്കാൻ എത്ര ദിവസത്തോളം എടുക്കും? 1 ആർട്ടിസ്റ്റിന്റെ സ്പീഡ്, 2 ഡിസൈന്, 3 നിങ്ങൾ എത്ര വലിയ ടാറ്റു. ഒരു ഫുൾ സ്ലീവ് അടിക്കാൻ 4 ദിവസം എടുക്കുന്ന ആർട്ടിസ്റ്റ് 4 ദിവസം നിങ്ങൾ ആർട്ടിസ്റ്റിന്റെ കൂടെ നിൽക്കണോ, എല്ലാം ഒഴിവാക്കി. അങ്ങനെ കുത്തുന്ന ടാറ്റൂസാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ അതും കുത്തുന്നുണ്ടെങ്കിൽ അത്ര ഡിമാൻഡ് ഉണ്ട് ടാറ്റൂന്, അത്ര കാശ് കൊടുത്ത് കുത്തുന്നതാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുമ്പോ യൂറോപ്പിലുള്ള ലെവലിലുള്ള ടാറ്റു ആർട്ടിസ്റ്റ് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും വന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ഇൻട്രോഡക്ഷൻ ചെയ്യാം. ഈ ടാറ്റു ഇതില് വലിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ഈ പറയുന്ന ഇന്ത്യയിലെ ഗവൺമെന്റ് ഈ ടാറ്റൂല് സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളത്തിൽ പൊതുവെ സപ്പോർട്ട് ഇല്ല. കാരണം എന്ന് പറയുമ്പോ ഈ ഇടയ്ക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊച്ചിയിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടീനെ ഇതെന്ന് പറഞ്ഞിട്ട് അവൻ കാരണം ഈ പറയുന്ന എല്ലാ ടാറ്റു ആർട്ടിസ്റ്റിനെയും നിങ്ങൾ ഒരിക്കലും കണക്ട് ചെയ്യാതിരിക്കുക. എല്ലാ ആർട്ടിസ്റ്റിനും ഇപ്പൊ എനിക്കാവട്ടെ നല്ല ഇഷ്ടം പോലെ ക്ലയന്റ് ഉണ്ട്, ലേഡി ക്ലയന്റുകളാവട്ടെ, അങ്ങനെ പല ആർട്ടിസ്റ്റിന് പല ബോണ്ടിങ് ഉള്ള ക്ലയന്റുകളുണ്ട്. അവർ ഈ സ്റ്റുഡിയോയിൽ വരുമ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ വരുമ്പോ ഈ ആംബിയൻസ് ഒക്കെ കണ്ട് നിങ്ങൾ നമ്മളെ ആർട്ടിസ്റ്റിന്റെ കൂടെ ഇതായിപ്പോ. അപ്പൊ എല്ലാരും അങ്ങനെ കണക്ട് ചെയ്യാതിരിക്കുക ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുമാരെ സ്വപ്നമാണ്. അപ്പൊ ഈ അതായത് ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാരും ടാറ്റു ഉപയോഗിക്കും. അപ്പൊ ഇതിന് എന്തായാലും ഈ ബിസിനസ് പരമായിട്ട് ഇതിന് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡ് അല്ലേ? അപ്പോ ഇത് എങ്ങനെയാണ്? ഇത് സ്വന്തമായിട്ട് ഇടുമ്പോൾ അതിന് തക്കുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, അത് പ്രതീക്ഷിച്ചതിലും കൂടുതലാണോ കിട്ടുന്നത്? എങ്ങനെയാണ്? നല്ല ആർട്ടിസ്റ്റ് പ്രൊഫഷണലായിട്ട് ഇതിനെ സ്നേഹിക്കണ ഒരു ആർട്ടിസ്റ്റുമാരും ബിസിനസ് ആയിട്ട് ഇത് കാണുന്നു. അവർക്ക് ഈ പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഈ ടാറ്റു ചെയ്യണം, വലിയ ലെവലിൽ എത്തണം എന്നതാണ്. രണ്ടാമത്തെ കാര്യം, പല നല്ല ആർട്ടിസ്റ്റ്മാരെ വെച്ച് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഉണ്ട്, പല ദുരുപയോഗം ചെയ്യുന്ന ആർട്ടിസ്റ്റ്മാരുണ്ട്. ക്ലയന്റിന് നല്ലവനായിരിക്കും അവൻ, സെലിബ്രിറ്റി ആർട്ടിസ്റ്റിന്. എനിക്കറിയാം, അത് ആൾക്കാരെ ഞാൻ പറയുന്നില്ല, എനിക്കറിയാം. എനിക്ക് ആ ഇൻസിഡന്റ് പറ്റിയിട്ടുണ്ട്. ഞാൻ അവന് ക്യാഷ് കൊടുത്ത ക്യാഷിനെ അത് ഇതാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ എനിക്കറിയാം. ഭയങ്കര സെലിബ്രിറ്റി, കൊച്ചിയിലെ ഇതുള്ളവനാണ്. അവൻ വീണ്ടും അത് കണ്ടിന്യൂ ആണ്. ഞാൻ എന്തിനത് പ്രതികരിച്ചെന്ന് വെച്ചാൽ എന്നെ പോലത്തെ ഇനിയൊരു വ്യക്തിക്ക് അത് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ അതൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ പല പല സ്ഥലത്തു നിന്ന് മാറി മാറി ഇപ്പൊ ഇവിടെ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത്. ഇനിയും നല്ല സ്ഥലത്ത് എത്തണം, ഇവിടെ നിന്നുകൊണ്ട് തന്നെ വലിയ ആളാവണമെന്നാണ് പല ആർട്ടിസ്റ്റ്മാരുടെ സ്വപ്നം, എന്റെ സ്വപ്നം. ടാറ്റു റിമൂവ് ചെയ്യാറുണ്ടോ ഇവിടെ സ്റ്റുഡിയോയിൽ? ചെയ്യാറുണ്ടോ അതോ കവറപ്പ് ആണോ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ പൊതുവെ കവറപ്പാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, റിമൂവിനെ കുറിച്ച് എനിക്ക് വലിയ നോളജ് ഇല്ല. അറിയാവുള്ളത് ഞാൻ പറയാം. റിമൂവ് സത്യം പറഞ്ഞു ഇവിടെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ്മാരില്ല. ഒരു മെഷീൻ എടുത്ത് വെച്ചിട്ട് അവർക്ക് തോന്നും പോലെ ചെയ്യണം. സ്കിന്ന് വലുതാവും, റിമൂവ് ആവണമെന്നില്ല, പല പല സെറ്റിംഗ് വെച്ചാൽ. ഇത് സത്യം പറഞ്ഞാൽ യൂറോപ്പ് ലെവലിൽ സൗദി, ദുബായ്, ലണ്ടൻ, അമേരിക്ക, ഒന്ന് അവരങ്ങ് പോവുക. മിക്കവരും റിമൂവ് ചെയ്യില്ല. നല്ല ആർട്ടിസ്റ്റ്മാരുണ്ട്, അവരെന്ത് ചെയ്യും, നല്ല ആർട്ടിസ്റ്റ്മാരെ കണ്ട് അത് കവറപ്പ് ചെയ്യുക. ഇപ്പൊ വേറെ ട്രെൻഡിങ് ആയിട്ടുള്ള ഏത് ടാറ്റൂസ് ആണ് സാധാരണ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടാറ്റൂസിനെ പറ്റിയിട്ട് കുറച്ച് പറയാം. ഞാൻ അതിനെ കുറിച്ച് പറയുമ്പോൾ, ഇവിടെ നമ്മളെ ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ ചെയ്യണ ശിവൻ, പാർവതി, ഗണപതി, കൂടുതൽ പല ട്രഡീഷണൽ ദൈവങ്ങളെ വെച്ച് ചെയ്യുക. അതിലിവിടെ കളിക്കുന്ന കുറെ ആർട്ടിസ്റ്റ്മാരുണ്ട്. അതൊരു കൾച്ചർ. പിന്നെ ആരും ചെയ്യാത്ത ടാറ്റു ചെയ്യുക എന്നതുണ്ട്. എനിക്ക് ഇവന്റെ ശരീരത്തിൽ കണ്ട ടാറ്റു എന്റെ ശരീരത്തിൽ കാണാൻ പാടില്ല, ഇവൻ ഇട്ട ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റില്ല, അങ്ങനെ ചൂസ് ചെയ്യുന്ന ക്ലയന്റ് ഉണ്ട്. അങ്ങനെയും കസ്റ്റമേഴ്സ് ക്ലയന്റ് ഉണ്ട്. ആ ക്ലയന്റിനെ കിട്ടാൻ പാടാണ്.
ആരും കാണാത്ത ടാറ്റു വേണമെന്ന്. അങ്ങനെയല്ല, ആരും ചെയ്യാത്ത ടാറ്റു. ടാറ്റു ഓക്കെ. അങ്ങനെ പിന്നെ എന്ന് പറയുമ്പോൾ കളർ ടാറ്റു ചെയ്യണവരുണ്ട്. ഈ ചിലർക്ക് ടാറ്റുവിൽ തന്നെ കളർ ടാറ്റു അങ്ങനെയുണ്ടോ? അതിന്റെ വിഭാഗത്തിനെ പറ്റി ഒന്ന് പറയാം. കളർ ടാറ്റു എന്ന് പറയുമ്പോൾ ഹൈ ക്വാളിറ്റി ആയിട്ട് എടുത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന വെളുത്ത സ്കിന്നിലാണ്. ഓക്കെ. ബ്ലാക്ക് സ്കിന്നിൽ ചെയ്യാറില്ല. ഈ ഇടയ്ക്ക് സാധാരണ ബ്ലാക്ക് കളറിൽ നമ്മൾ ബ്ലാക്ക് സ്കിന്നിൽ ചെയ്യാറില്ല പൊതുവെ. റെഡ് ഇഞ്ചെക്ട് ആവും. എന്റെ ഒരു ഫ്രണ്ട് ഞാൻ ഇടയ്ക്ക് കഴുത്തി ചെയ്തായിരുന്നു ഒരു ചൈനീസ് ടാറ്റു. റിസൾട്ട് പറഞ്ഞത് എനിക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. എന്താണ് ഈ ചൈനീസ് ടാറ്റു എന്ന് പറയുന്നത്? ചൈനീസ് ടാറ്റു വേറൊരു കൾച്ചറാണ്. അവരുടെ സ്റ്റൈല് ഞാൻ പറഞ്ഞില്ല, ആരും ചെയ്യാത്ത സ്റ്റൈലില് അവരുടേതായിട്ടുള്ള ദൈവങ്ങളെ വെച്ച് അവര് തന്നെത്താനെ വരച്ച് ചെയ്യുന്ന ഒരു കൾച്ചറാണ്. ഈ കോയി ഫിഷ് ഒക്കെ, ഈ ഫിഷ് ടൈപ്പില്ലേ, ഇതൊക്കെ ചൈനീസ് കളർഫുൾ ടാറ്റൂസ് ആണ്. അതൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ചൈനീസ് ടാറ്റു എല്ലാത്തിനേക്കാളും വേറൊരു ഇതാണ്. അപ്പൊ അങ്ങനെ പല പല വാട്ടർ കളർ ടാറ്റു. ചിലർ ഈ ഡോട്ട് വെച്ച് മാത്രം എനിക്ക് ടാറ്റു കിട്ടണമെന്നുണ്ട്. വാട്ടർ കളർ ടാറ്റൂസ്. വാട്ടർ കളർ മീൻസ് വാട്ടർ കളർ പോലെ നമ്മൾ ഡ്രോയിങ് ചെയ്യും പോലത്തെ ഒരു കളർഫുൾ ആയിട്ട് ചെയ്യണം. വാട്ടർ കളർ ചെയ്യും പോലത്തെ ഇതില് നമുക്ക് ആ ടാറ്റു ചെയ്യണം. ഈ വാട്ടർ കളർ ടാറ്റു എന്ന് പറഞ്ഞില്ലേ, അതിപ്പോ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഫെയ്ഡ് ആവാനോ അങ്ങനെ കളർ ടാറ്റൂസ് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ടോ? ഒന്ന് സ്കിന്ന്. നല്ല ആർട്ടിസ്റ്റ് ആ സ്കിന്നില് ഇതാവില്ലെങ്കിൽ പറയും ഇതിൽ നിക്കത്തില്ല, പക്ഷെ നിക്കും, കുറച്ച് നിക്കുമെന്ന് പറയും. പിന്നെ വെളുത്ത സ്കിന്നിൽ ഫെയ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ആർട്ടിസ്റ്റ് നല്ല രീതിയിൽ ടാറ്റു ചെയ്തില്ലെങ്കിൽ അത് ഉണ്ടാവാം. നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ മാത്രമേ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഒരു സിറ്റിംഗിൽ ടാറ്റു ചെയ്താൽ അത് ചെയ്തത് തന്നെ നമുക്കത് നല്ല രീതിയിൽ ഇരിക്കും. പിന്നെ ഫെയ്ഡ് ആവില്ല. ഒരു പ്രൊഫഷണൽ ടാറ്റു ആർട്ടിസ്റ്റ് ടാറ്റു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫെയ്ഡ് ആവാൻ ചാൻസ് ഇല്ല. ഫെയ്ഡ് ആവത്തില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫെയ്ഡ് ആവില്ല. അപ്പൊ സത്യം പറഞ്ഞ ഒരു ലോക്കൽ ആർട്ടിസ്റ്റിനെ ചെയ്യുമ്പോഴാണ് ഫെയ്ഡ് ആവണത്. ഫെയ്ഡിങ് ഒക്കെ അത് ഇങ്ങനെ പലരുടെ ഇതാ. പിന്നെ ഇന്ത്യൻ സ്കിന്നില് ചില സ്കിന്നുകൾ, ഡാർക്ക് സ്കിന്നിൽ കുറച്ച് ഫെയ്ഡ് ആവും. കുറച്ച് സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ചിലർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കില്ലേ, അവർക്ക് എങ്ങനെയുള്ള ടാറ്റൂസ് ആയിരിക്കും നല്ലതായിരിക്കും? എല്ലാ ടാറ്റൂസും കൊള്ളാം. ചിലർക്ക് ചില സ്കിന്നിന് പറ്റില്ലാത്ത പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഡാർക്ക് സ്കിന്നിലൊന്നും ലൈറ്റ് ഷെയ്ഡ് അതല്ല, ചിലർക്ക് അലർജി ഒക്കെ ഉള്ളവരുണ്ടായിരിക്കുമല്ലോ. അവർക്ക് ചിലപ്പോൾ അലർജി, അതിന് ടാറ്റൂനൊന്നും റിമൂവ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ടാറ്റു നമ്മള് രണ്ടാമത്തെ ലെയർ ഇഞ്ചെക്ട് ചെയ്ത് അവിടെ നിക്കത്തേ ഉള്ളൂ. അല്ല ടാറ്റൂന് പിന്നെ നമ്മൾ ഫിംഗറിലൊന്നും ടാറ്റു ചെയ്യാൻ മാക്സിമം എടുക്കാറില്ല. ഫെയ്ഡ് ആവും. കൂടുതലും ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഇവിടെയാണ്. ഇവിടെ പെട്ടെന്ന് ഫെയ്ഡ് ആവും. ഇവിടെയൊക്കെ പെട്ടെന്ന് ഫെയ്ഡ് ആവും. ഇവിടെയൊക്കെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നിൽക്കും. ഇവിടെയൊക്കെ ചെയ്താൽ ഫെയ്ഡ് ആവും, പക്ഷെ ചിലപ്പോൾ നിൽക്കും. 2-3 സിറ്റിംഗ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിൽക്കും. അങ്ങനെ വേറെ ഒന്നുമില്ല. മാക്സിമം ചില ആർട്ടിസ്റ്റ് സജസ്റ്റ് ചെയ്യാറില്ല ഫിംഗർ ടാറ്റൂസ്. പിന്നെ ചില ക്ലയന്റിന് വേണമെന്ന് പറയുമ്പോൾ അവർ ചെയ്യാറുണ്ട്. അങ്ങനെ. അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ടാറ്റൂസിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി. താങ്ക് യു. എന്നെ ഇതിലൊരു ഇന്റർവ്യൂവിൽ കൊണ്ടുവന്നത് ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ഒരു ബിഗിനർ ആർട്ടിസ്റ്റാ, ഒരു തുടക്കക്കാരനാ. അപ്പൊ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിലുള്ള കുറച്ച് ആർട്ടുകൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ എന്തെങ്കിലും ഒരു നിലയ്ക്ക് വളരെ വലുതായിട്ട് ഒരു ആർട്ടിസ്റ്റായ നിങ്ങളെ ഈ പറയുന്ന മീഡിയയെ തന്നെ കോണ്ടാക്ട് ചെയ്ത് നല്ലൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന്റെ നോളജുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമെന്ന് ഞാൻ അറിയുന്നു. ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ താങ്ക് യു സോ മച്ച്. കണ്ടതിന് സന്തോഷം.